ഞാനേ ഒരു 5-6 പാട്ട് പാടാം, 5-6 ഭക്തിഗാനം പാടാം. ഈ ചില ആൾക്കാർ നമ്മൾ എം ജി ശ്രീകുമാറിൻ്റെ നമ്മുടെ വിശ്വാസമില്ലായ്മ എന്നല്ല വിഷയം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്താ പറയുക, ചില പാട്ടിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ഭക്തരൊക്കെ ആയി കളയും. അതേപോലെയാണ് സംഭവം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശബരിയപ്പനൊക്കെ തോന്നലയും ഇല്ലേ? അതായത് കണി കാണാൻ കൊതിയായ എന്നയ്യപ്പ സ്വാമി, ആ പാട്ട്. പിന്നെ എം ജി ശ്രീകുമാറിൻ്റെ പൂങ്കെട്ട് കെട്ട് കെട്ട്, അത്. പിന്നെ പഴവങ്ങാടി ഗണേശ്, ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശബരിയിലെപ്പം തോന്നും. അതേപോലെ പണ്ട് യേശുദാസ് പാടിയ കുറേ പാട്ടുകളുണ്ട്. അതിലൊന്ന് 2 പാട്ട് ഞാൻ പാടാം. നിങ്ങൾക്ക് ആ പാട്ട് എത്രത്തോളം നിങ്ങളെ സ്വാധീനിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് കമൻറ്റ് ചെയ്യാം. ആ പാട്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനെ, ഹൃദയത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന്. ഖേദമേകും തീർത്ഥയാത്ര, ഭീതിയേകും വനയാത്ര, മോദമേകാൻ ഒരു വഴി, ശരണം വിളി സ്വാമി അയ്യപ്പൻ്റെ ദിവ്യനാമ, ശരണം വിളി ശരണം വിളി സ്വാമി ശരണം വിളി. എല്ലാം എനിക്കെൻ്റെ സ്വാമി, എന്നെ നല്ലവനാക്കുന്ന ദൈവം, തിന്മകളെല്ലാം നന്മകളാക്കുന്ന സൽമാർഗദീപമാണയ്യപ്പൻ, എന്നും സൽഗുരുനാഥനും അയ്യപ്പൻ. എല്ലാം എനിക്കെൻ്റെ സ്വാമി, എന്നെ നല്ലവനാക്കുന്ന ദൈവം. അതുപോലെ പിന്നെ ഒരു പാട്ട്. തങ്കനിലാവും അവയ്ക്കും സ്വാമി പാദമേ, സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞരെന്തിനാണ്, കൺമുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ട് വൻപുലിക്കും പാൽ ചുരന്നതെന്തിനാണ്. പിന്നെ അതുപോലെ മണികണ്ഠ ശരണം മണികണ്ഠ, മലകേറി ഞങ്ങൾ വരവായി. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തും വേറെ സാധനം ഞാൻ പാടാം. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിഞ്ഞൂടാ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ പാടി എത്ര ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പാടാം. ഹരിവരാസനം വിശ്വമോഹനം, ഹരിധരീശ്വരം ആരാധ്യപാദുകം, അരുവിമർദ്ദനം നിത്യനർത്തനം, ഹരിഹരാത്മജം ദേവമാശ്രയേ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ധൃതജനപ്രിയം ശുണ്ഠിതപ്രദം, സുധിവിഭൂഷണം സുന്ദരാനനം, അരുണഭാസുരം ഭൂതനായകം, ഹരിഹരാത്മജം ദേവമാശ്രയേ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.